3 മാസത്തിനകം ടെലിഫോൺ മുഴുവൻ ഇടാമെന്നും വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അതൊരു 10-20 ദിവസത്തെ അവകാശം കൊടുക്കുകയും ചെയ്തു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പാലം ഉൾപ്പെടെ വാർത്ത് അത് തീർത്തിട്ടുണ്ട്. പക്ഷെ നമുക്കവിടെ ടെലിഫോൺ അടിയന്തരമായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് 300 ആളുകൾക്ക് ടെലിഫോൺ ഇല്ല എന്നുള്ളത് വലിയ ഗുരുതരമായ അവസ്ഥയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഉൾപ്പെടെ ടെലിഫോൺ ഇല്ല. അത് 2.5 കൊല്ലമായിട്ട് ടെലിഫോൺ ഇല്ലാത്ത ഒരു ഗുരുതരാവസ്ഥ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ആ ഗുരുതരാവസ്ഥ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രദ്ധയിൽപ്പെടുത്തി, മറ്റ് ജനപ്രതിനിധികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് റോഡുമായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കുന്ന 3 മെമ്പർമാര് ഇവിടെ എത്തിക്കാറുണ്ട്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തിച്ചേരും പറഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഇവിടെ എത്തിക്കാം. അപ്പൊ ജനപ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ ഈ മുഴുവൻ ജനപ്രതിനിധികളും കൂടിക്കാതെ ഇതിനെ ഗൗരവമൊക്കെ മനസ്സിലാക്കുന്നവരാണ് MLA സമയമില്ലാത്ത സമയത്ത് ഇതിന് സമയം തരികയും ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് ഇന്ന് ഉൾപ്പെടെ നമ്മുടെ അതുപോലെ തന്നെ ടെലിഫോൺസിന്റെ ഉൾപ്പെടെ ആളുകളെ ഇവിടെ വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് സംബന്ധിച്ച് തീർപ്പ് ചർച്ച ചെയ്ത് ഉണ്ടാക്കാനായിരുന്നു. കോൺട്രാക്ടർ എത്തിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കണം. അത് LSTDയുടെ കീഴിലേക്ക് തന്നെ മാറ്റി LSTDയുടെ പുതിയ എഞ്ചിനീയറിംഗ് വിംഗ് കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ PWDയിൽ നിന്ന് പിൻവലിക്കുകയും ഇവിടെ നേരിട്ട് LSTDയുടെ ഉദ്യോഗസ്ഥന്മാർ ഗ്രാമപഞ്ചായത്തുകളിൽ എഞ്ചിനീയർമാരായി വരുന്ന സിസ്റ്റം നിർമ്മിച്ചു. ഇതേ തുടർന്ന് വന്ന ആശയക്കുഴപ്പം ആ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേബിൾ ഉണ്ടാകാൻ ശ്രമിച്ചു. അപ്പൊ അതിൽ പെട്ടുപോയതാണ് നമ്മുടെ ഏരിയ. അപ്പൊ ഇതിൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ കഴിയുന്നില്ല. കോൺട്രാക്ട് ഒരു വശത്തൂടെ കോൺട്രാക്ട് ഇതിൽ ഇടപെടേണ്ട സമിതികൾക്ക് വേണ്ടതുപോലെ ഇടപെട്ടാൽ തന്നെ അത് ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള പ്രശ്നമല്ല കഴിയും. ഞാൻ നേരിട്ട് ഇടപെടുന്ന പ്രശ്നം അല്ലെങ്കിൽ പോലും ഈ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ 1 വർഷം മുമ്പ് ഇതുപോലെ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നം വന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്തം അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരികയും കാര്യങ്ങൾ ചെയ്തു പോയി. കുറെ കാര്യങ്ങൾ ഇന്നിപ്പോ ഞാനിവിടെ ഇവര് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞിരുന്നു കോൺട്രാക്ടറെയും അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ വന്നത്. അപ്പൊ അയാളുടെ ബില്ലുകൾ മാറി കൊടുത്തിട്ടില്ല. ഒരു കാരണവശാലും ബില്ല് മാറി കൊടുക്കാതിരിക്കുക. ബാക്കി എന്താ ചെയ്യണമെന്ന് കുറിച്ച് ആ സ്റ്റാൻഡേർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് സംസാരിച്ചു. നേരത്തെ സക്രിയാസ് പറഞ്ഞതനുസരിച്ച് സക്രിയ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. ജനപ്രതിനിധി പുതിയ നീരൂർ ഗ്രാമപഞ്ചായത്ത് അവരിടപെട്ടു. ഉണക്ക പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി. അങ്ങനെ അടിയന്തരമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മലമ്പൂരിൽ ഒരു യോഗം നാട്ടുകാരുടേതായിട്ടൊന്നും അവിടെ റോഡിന്റെ കൂടിയ കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ പോകും. അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞത് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യണം എന്ന നിലയിലേക്ക് നിർദ്ദേശം വന്നു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ വെച്ചുകൂട്ടാം. ഞാനിവിടെ കൊണ്ടുവരാം സംയുക്തമായിട്ട് ചേരാമെന്ന് അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രിയപ്പെട്ട മേരി സുഭാഷിന് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ